ഈ BB7 നിലവിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ ഒരു കണ്ണിൽ കരടായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അനീഷ് ആയിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം ഇവർക്കൊക്കെ അനീഷിന്റെ ഓരോ നീക്കങ്ങളും പേടിയാണ് എന്ന് തന്നെ എടുത്തു പറയണം. കാരണം ഈ അനീഷിനെ എങ്ങനെയെങ്കിലും തകർക്കുക, അല്ലെങ്കിൽ അയാളെ മെന്റലി ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുക. ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ വളരെ വ്യക്തമാണ്. അതായത് ലാലേട്ടൻ കൊടുത്ത ഒരു ടാസ്കില് ഏറ്റവും കൂടുതൽ കാർഡുകൾ കിട്ടിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ്. കാരണം എല്ലാവരുടെയും ഒരു നോട്ടം അനീഷ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വീട്ടുകാർ വന്നു പോയതിനു ശേഷം തീർച്ചയായിട്ടും എല്ലാവരും ടാർജറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അത് അനീഷ് തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഒരു സുപ്രഭാതം ഗുഡ് മോർണിംഗിന് പോലും അനീഷിനെ ടാർജറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഇഷ്ടമുള്ളത് പറയാനോ ചെയ്യാനോ പറ്റാതെ അത് ഒരു സ്ട്രാറ്റജി മൂവായിട്ട് കണ്ടുകൊണ്ട് അയാളെ മാത്രം ടാർജറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ. അപ്പൊ ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അനീഷ് ചെയ്യുന്നത് മാത്രമാണ് തെറ്റ് എന്ന് വരുത്തി തീർക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അവിടെ നിൽക്കുന്ന ഭൂരിഭാഗം കണ്ടസ്റ്റൻസിന്റെ കയ്യിലും നല്ല രീതിക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ട്, പല രീതിയിലുള്ള ഉടായ്പകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം വെള്ള പൂശിക്കൊണ്ട് എല്ലാത്തിനും അനീഷ് മാത്രം കുറ്റക്കാരൻ എന്നുള്ള തരത്തിലേക്ക് പോകുന്ന ഒരു രീതി ഇപ്പോൾ BBക്കുള്ളിൽ കാണുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയിപ്പോ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസത്തിനുള്ളില് വളരെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറികളൊക്കെ തന്നെ BB ഹൗസിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതും അനീഷിനെ ചുറ്റിപ്പറ്റി തന്നെ എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാത്തിരുന്ന് തന്നെ കാരണം അവിടെ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങളും BBക്കുള്ളിൽ നടക്കാനായുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അത് അനീഷിന് ദോഷകരമാകുമോ ഗുണകരമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.